അല്ല ഗൈസ്, ഇപ്പോൾ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ക്യാരറ്റും റവയും കൂടിയുള്ള ഡിസേർട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് കേട്ടോ എനിക്കിത് ഉണ്ടാക്കണമെന്നും ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നിയത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നും, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കിയൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഞാൻ ആദ്യം തന്നെ ക്യാരറ്റ് നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് പാലൊഴിച്ച് നല്ലവണ്ണം അരച്ചെടുത്തിട്ട് നമ്മളതൊരു സോസ് പാനിനകത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിനകത്തോട്ട് കുറച്ച് റവയും കൂടി ചേർത്ത് നമ്മൾ റോളാക്കി എടുക്കുന്ന പരുവത്തിലാക്കി, അതായത് പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ ചെറിയ ചെറിയ റോളാക്കി എടുക്കണം. അത് നേരെ ഒരു ഇഡലിക്കൂട്ടത്തിനകത്ത് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളത് സോഫ്റ്റായി കിട്ടും. അത് നേരെ കുറച്ച് പാലും കുറച്ച് മിൽക്ക് മെയ്ഡും പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യം തന്നെ അച്ഛനും അമ്മയ്ക്കാണ് കൊടുത്തത് കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടുള്ളൂ, എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടുള്ളൂ. ആ ക്യാരറ്റിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചേരുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ടാറ്റ ബൈ ബൈ. ഓക്കെ.